വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക. ഞങ്ങൾ നിരണംപള്ളി പോയപ്പം അവിടുത്തെ പുരാതനമായ ഒരു ചർച്ചാണ്. പിന്നെ പഴയ കുറേ കാര്യങ്ങളവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും. പിന്നെ ചെറിയൊരു മ്യൂസിയം ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി. വീഡിയോയിലോട്ട് കിടക്കാം. ഇത് പള്ളിയിൽ നിന്ന് കയറി അതിൻ്റെ സൈഡിൽ തന്നെ കാണുന്ന പുരാതനമായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പണ്ടത്തെ കലപ്പ, നിലമുരുകുന്ന അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകൾ അവരിപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ തോമാസ് ലീഗയാണ് AD ാണ് ഈ നിരണംപള്ളി സ്ഥാപിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്നത്. തോമാസ് ലീഗ മൊത്തം 7 പള്ളി സ്ഥാപിച്ചിട്ടുണ്ട്. അതിലെ 7 പള്ളി ഒരു പള്ളിയാണ് നിരണംപള്ളി. അരപ്പള്ളി എന്ന് പറയുന്നത് തിരുവിതാംകൂട്. നിങ്ങൾ ലേറ്റസ്റ്റ് ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടാവും. തിരുവിതാംകൂടിൽ നിന്ന് ദീപശിഖയൊക്കെ കൊണ്ടുവന്നു, എന്നൊക്കെ. അത് കൊല്ലം തിരുവിതാംകൂടിൽ നിന്നാണ്, ആരപ്പള്ളിയിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പള്ളിയിലേക്ക് കയറുമ്പോൾ ഉള്ള ഇതാണ്. ഇത് ഒരറ, അപ്പുറത്ത് വേറൊര, അങ്ങനെ 3 അറയായിട്ട് 3 മദ്ബഹ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ മ്യൂസിയം. ഇവിടെ ഒട്ടുമിക്ക പഴയ കാര്യങ്ങളെല്ലാം ഇവർ കൊടുത്തിട്ടുണ്ട്. ശില്പശകലങ്ങൾ, എഴുതിയ കല്ലുകൾ, എഴുത്തോലകൾ, കൽഭരണികൾ, പണ്ടത്തെ തിരുമേനി ഉപയോഗിച്ചിരുന്ന പല്ലക്ക്, അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളും മൊത്തം ഈ മ്യൂസിയത്തിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ്. ഇതെന്ന് പറയുന്ന മാർത്തോമാ ശ്ലീഹായുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചേക്കുന്നത് ഇവിടെയാണ്. അതിൻ്റെ ഉള്ളിലാണ് അത് ഇതാക്കിയേക്കുന്നത്. പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1916 മെയ് 29 വെളുപ്പിനെയാണ് ബെഹനാൻ സഹദായും അവിടെ കള്ളന്മാർ ഈ സ്വർണ്ണക്കുരിശുകളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമല്ലേ, അപ്പം ആ അറയ്ക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത്. അപ്പം അതെടുക്കാനും മോഷ്ടിക്കാൻ വന്ന സമയത്ത് ബെഹനാൻ സഹദായും മാതാവും കൂടി പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണിത് കേട്ടോ. അതാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മ്യൂസിയത്തിനകത്തേക്ക് കയറിയപ്പോൾ അവിടെ കുറേ പുരാതനമായ കുറച്ച് കാര്യങ്ങൾ, പഴയ ദേവാലയ ശുശ്രൂഷയ്ക്കൊക്കെ ഉപയോഗിച്ചിരുന്ന ധൂപക്കുറ്റികൾ, അവിടെ തിരുമേനിമാർ യൂസ് ചെയ്യുന്ന അവരുടെ ചെരുപ്പുകൾ, പിന്നെ ഒറ്റക്കല്ലിൽ തീർത്ത കുരിശ്, പിന്നെ കുറേ സ്റ്റാമ്പുകൾ, പഴയ കാലത്തെ നിരണം പെട്ടി, ഇതൊക്കെ പണ്ടത്തെ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഈ മുതലവായും തൊപ്പി എന്നൊക്കെ അതിനെ പറയുന്നത്. ചെല്ലം പണ്ടത്തെ സമ്പ്രദായത്തിൽ പണ്ടത്തെ ആൾക്കാരൊക്കെ യൂസ് ചെയ്തിരുന്ന ടൈപ്പ് സാധനങ്ങളും അന്നത്തെ ദേവാലയ ശുശ്രൂഷയ്ക്ക് അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്ന എത്തോപ്യൻ കുരിശുകൾ. പണ്ട് എത്തോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ ആരാധനയിൽ യൂസ് ചെയ്തിരുന്ന ഉപകരണങ്ങളൊക്കെയാണ് താഴെ കൊടുത്തിരിക്കുന്നതൊക്കെ. ഫുള്ള് അവരുടെ അന്ന് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പം ഇവിടെയും പുരാതനമായ കാര്യങ്ങളൊക്കെയാണ്. ദേവാലയം മൂന്നാമത്തെ ദേവാലയം എങ്ങാണ്ട് പണിയുന്ന സമയത്ത് അവിടെ ഇലച്ചാറുകൾ വെച്ചിട്ട് എങ്ങാണ്ട് രൂപീകരിച്ചൊരു ചിത്രമാണ് നിങ്ങൾ ഇച്ചിരി മുമ്പ് കണ്ടത്. പിന്നെ അന്നുണ്ടായിരുന്ന എഴുത്തോലകൾ, അന്നൊക്കെ സന്ദേശങ്ങൾ കൈമാറുന്നത് മൊബൈൽ ഫോൺസ് ഒന്നുമില്ല, ഈ എഴുത്തോലകളിൽ എഴുതിയൊക്കെയല്ലേ. അപ്പം അതൊക്കെ ഇപ്പോഴും അവരത് സൂക്ഷിക്കുന്നുണ്ട്. ഇത് തിരുവല്ല കടപ്പറയിലാണ്. എല്ലാവരും പോയി കാണാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലക്ക്, പരിമല തിരുമേനി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല്ലക്ക്. അതായത് പരിമല തിരുമേനി നിരണംപള്ളി വരും. അതായത് 1876 മുതൽ 1902 മുതൽ രണ്ടുപേരെയും പരിമല തിരുമേനി നിരണത്ത് സ്റ്റേ ചെയ്തിരുന്നു. അപ്പം നിരണത്ത് നിന്ന് പരിമലയിലേക്ക് പോകാനും പരിമലയിൽ നിന്ന് നിരണത്തേക്ക് പോകാനും ആ പല്ലക്കിലാണ് തിരുമേനി പൊയ്ക്കൊണ്ടിരുന്നത്. അതിനാണ് അതെപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അന്ന് പറഞ്ഞില്ലേ, മാതാവും ബെഹനാൻ സഹദായോട് പ്രത്യക്ഷപ്പെട്ടില്ലേ കള്ളന്മാർ സ്വർണ്ണക്കുരിശ് എടുക്കാൻ വന്ന സമയത്ത്. അന്നൊക്കെ ആ ന്യൂസ് പിന്നെ 1916 ജൂലൈ 8 മലയാള മനോരമ ന്യൂസ് പേപ്പറിൽ അത് ഭയങ്കര വാർത്തയായിരുന്നു. അതാണ് ഇച്ചിരി നമ്മൾ കണ്ടത്. ഇതും അന്നത്തെ എഴുത്തോലകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുന്ന അവിടെ ഒരു ഇതുണ്ട്, കലവറ എന്ന് പറയും. പത്തായം പോലെ പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ വലിയ ഉരുളി പോലെ ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ സൂക്ഷിച്ചിരുന്ന. ഇവിടെ ഒരാൾക്ക് നിൽക്കാനുള്ള സ്പേസ് ഇല്ല കേട്ടോ, തലമേളി മുട്ടും, അത്രയ്ക്കുള്ള സ്ഥലമേ ഉള്ളൂ ഇവിടെ. പിന്നെ പരിമല തിരുമേനി കിടക്കാറുള്ള കട്ടിലായിരുന്നു അത്. ഇവിടെ നിരണത്ത് വന്ന് നിൽക്കുമ്പോൾ തിരുമേനി യൂസ് ചെയ്തിരുന്ന കട്ടിൽ. ആ പത്തായത്തിലുണ്ടായിരുന്ന ഉരുളിയും കാര്യങ്ങളൊക്കെ അതിപ്പോഴും അവരവിടെ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ കാണുന്ന മാതാവിൻ്റെ ഫോട്ടോ ഭയങ്കര ഫേമസ് ആണ്. കാരണം മാതാവിൻ്റെ പള്ളിയാണ്ട് പെരുന്നാൾ സെപ്റ്റംബറിലാണ്. 1498 പോർച്ചുഗീസുകാർ ഈ പള്ളി സന്ദർശിക്കാൻ വന്നപ്പോൾ ഈ പള്ളിക്ക് കൊടുത്തിട്ട് പോയതാണ് ഈ മാതാവിൻ്റെ രൂപം. അപ്പോൾ ഈ പെരുന്നാളിന് മാത്രമേ അവർ രൂപം പുറത്തെടുക്കൂ. പെരുന്നാൾ കഴിയുമ്പോൾ എടുത്ത് അകത്തേക്ക് വെക്കും. എല്ലാവരും പോയി കാണുക, അപ്പം മനസ്സിലാവും കേട്ടോ. അങ്ങനെ
എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്